ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും അങ്ങനെ കുറച്ചു പേര് ചേർന്ന് മീൻ പിടിക്കുകയായിരുന്നു. ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് അവർക്ക് സമൃദ്ധിയായ ഒരു മീൻപിടുത്തം, അവർ അധ്വാനിക്കാതെ തന്നെ അവരുടെ പടകും വലയും നിറയെ കർത്താവ് കൊടുത്തു. നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല നാം രക്ഷപ്പെടുന്നത്. അധ്വാനിക്കുന്ന എത്രയോ പേര് രക്ഷപ്പെടാത്തവരുണ്ട്, എനിക്കറിയാം. രാപകലില്ലാതെ അധ്വാനിച്ചിട്ടും കരകയറിപ്പോരാത്ത എത്രയോ ആളുകൾ വളരെ അധ്വാനിക്കുന്നുണ്ട്, പണിപ്പെടുന്നുണ്ട്. ബിസിനസ്സുകൾ മാറി മാറി തുടങ്ങി, കരകയറ്റമില്ല. ഒരുപാട് പഠിച്ചു, പക്ഷെ ഒരു നല്ല ജോലി കിട്ടുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻസ് അയച്ചു, പക്ഷെ പ്രയോജനമില്ല. അതിലും പഠിത്തം കുറവുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ട്, അവർക്ക് ജോലി കിട്ടി, അവർ നന്നായി കഴിയുന്നു. പേപ്പറുകളെല്ലാം റെഡിയാണ്, പക്ഷെ വിസ സാങ്ഷൻ ആവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയോ നമ്മുടെ അധ്വാനമോ നമ്മുടെ കഴിവോ അല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവം തന്നാലേ ഉള്ളൂ എന്ന് നാം ചിന്തിക്കണം, കഴിവല്ല. ശീമോൻ പത്രോസിനും കൂടെയുള്ളതായ യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ സബദി മക്കൾക്ക് അനുഭവങ്ങൾ കിട്ടി. ഒന്നുമില്ലാത്ത അവരുടെ പടക് നിറഞ്ഞു, ശൂന്യമായിരുന്ന അവരുടെ വല നിറഞ്ഞു. അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദാനം കൊണ്ടാണെല്ലാം നടന്നതെന്ന്. അങ്ങനെ അവർ സംഭ്രമിച്ചിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശുശ്രൂഷ അവരെ ഫലമേൽപ്പിക്കുകയാണ്. ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. പ്രിയ സഹോദരങ്ങളെ, ആ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്നുള്ള വാഗ്ദത്തം നിറവേറിയത് എന്താണെന്നറിയാമോ? അതറിയണമെങ്കിൽ നാം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വർഗാരോഹണം. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. പത്രോസ് തുറന്നുള്ളതായ പത്രോസിൻ്റെ ജീവിതം നോക്കുമ്പോൾ യേശു എല്ലാം കൊടുത്തു. തുടർന്ന് യേശുവിനോടുകൂടെ 3.5 കൊല്ലക്കാലം ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എല്ലാം ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞത് കേട്ട് യഥാസ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പത്രോസ് കാത്തിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. വാഗ്ദത്തത്തിൻ്റെ നിവർത്തി തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളൊരിക്കൽ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഏതെങ്കിലും ശുശ്രൂഷകളിൽ പങ്കെടുത്തിരിക്കുമ്പോഴോ ഏതെങ്കിലും ദൈവദാസന്മാരുടെ നാവിലൂടെ നിങ്ങളോട് ചില ദൂതുകൾ തന്നുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആ വാഗ്ദത്തം നിറവേറ്റിത്തരാൻ ദൈവശക്തനാണ്. ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. മോനെ, നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച നീ ഇനി ദൈവരാജ്യത്തിന് വേണ്ടി മുതൽക്കൂട്ട് സമ്പാദിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നാം എന്തെല്ലാം അധ്വാനിച്ചാലും നേടിയാലും ഈ ഭൂമിയിൽ തീരും. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക, ആത്മാക്കളെ നേടുവാൻ ഓടുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1-ാം സ്ഥാനം കൊടുത്ത് മുന്നിട്ടിറങ്ങുക. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസോഴ്സസ് എല്ലാം, അത് നമ്മുടെ കഴിവുകളാകട്ടെ, ശബ്ദമാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, ഭവനമാകട്ടെ, പണമാകട്ടെ, വാഹനങ്ങളാകട്ടെ, എല്ലാം കർത്താവിൻ്റെ നാമോത്വത്തിന് വേണ്ടി ഒന്നാമത് ചെലവഴിക്കുമെന്ന് നാം തീരുമാനിച്ച് മുന്നോട്ടിറങ്ങിയാൽ നമ്മുടെ കാര്യം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കും. പത്രോസ് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. യൂദ പോയ സ്ഥാനത്തേക്ക് അപ്പോസ്തലത്വത്തിൻ്റെ ആ ഒരു ചെയർ, അപ്പോസ്തലത്വത്തിൻ്റെ 12 പേരുടെ ചെയറിൽ ഒന്ന് നഷ്ടപ്പെട്ട ചെയർ ഫില്ല് ചെയ്യുവാൻ പത്രോസ് അപ്പോസ്തലനെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. വാഗ്ദത്തം നിറവേറി വരികയാണ്. 2 പേരെ നിർത്തിയിട്ട് ചീട്ടിട്ടു. മത്തിയാസിന് ചീട്ട് വീണു. അങ്ങനെ 11 പേരോടുകൂടെ 12ാമത് ഒരുവനായി മത്തിയാസിനെ അവരുടെ കൂടെ കൂട്ടി. എന്നാൽ അതും പോകട്ടെ പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
2-ാം അധ്യായത്തിലേക്ക് വരുന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനേകർ വന്ന് അവരെ കുറ്റം പറഞ്ഞു. ഇവർ മദ്യപിച്ചിട്ടുണ്ട്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു പരിഷ്കരിച്ചു. 14-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഊഹിക്കും പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമല്ലേ ആയുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അന്ത്യകാലത്ത് ഞാൻ സകല എഴുത്തന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവുകയും തന്നെയെന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിൻ്റെ മഹത്തായ ശ്രേഷ്ഠകരമായ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് അവരോട് ശക്തമായി പറഞ്ഞു. പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, സ്വർഗം വിട്ട ഭൂമിയിലേക്ക് വന്ന യേശുവിനെ കുറിച്ച്, യേശു എന്തിനാണ് വന്നത്, യേശു എന്തിനാണ് കാൽവറിയിൽ മരിച്ചത്, എല്ലാ സവിസ്തരം പരിശുദ്ധാത്മാവ് നിറവിൽ ഹല്ലേലൂയ പ്രസ്താവിച്ചു. അവരോട് പത്രോസ് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അത് ഞങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് 37-ാമത്തെ വാക്യം, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ ചോദിച്ചു. പരിശുദ്ധാത്മാവ് എതിർത്തവരെ തിരിക്കുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 40-ാമത്തെ വാക്യം, മറ്റ് പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. ഇങ്ങനെ പത്രോസിലൂടെ വാഗ്ദത്തം നിറവേറുകയാണ്. കേൾക്കണമോ? 41-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് നാളുകൾക്ക് മുമ്പ് ജീവനുള്ള ദൈവം പറഞ്ഞ വാഗ്ദത്തം മനുഷ്യരെ കൂട്ടമായി, ഒരിക്കൽ പത്രോസിന്റെ പടകിൽ കൂട്ടമായി പടക് മുങ്ങുമാറ് വല കീറുമാറ് മീൻകൂട്ടത്തെ നിറച്ച കർത്താവ് അന്ന് പറഞ്ഞു, മോനെ, ഇന്ന് നീ കാണുന്ന ഈ നിറവ് അത് വരാൻ പോകുന്ന വലിയൊരു നിറവിൻ്റെ നിഴലാണ്, വരാൻ പോകുന്ന വലിയൊരു നിറവിൻ്റെ സൂചനയാണ്. ഇന്ന് ഈ ഭൂമിയിലുള്ള മീൻകൂട്ടങ്ങളെ കൊണ്ട് നിന്റെ വല ഞാൻ നിറച്ചെങ്കിൽ വരും കാലങ്ങളിൽ നിന്നിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ആത്മക്കൂട്ടത്തെ, മനുഷ്യാത്മാക്കളുടെ കൂട്ടത്തെ ഞാൻ നിനക്ക് തരും. അത് നിറവേറി. പ്രിയപ്പെട്ടവരെ, അന്ന് 3000-ഓളം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മേലൊരു വാഗ്ദത്തം കർത്താവ് തന്നെങ്കിൽ അത് കർത്താവ് നിർവഹിക്കും. മകനെ, പ്രിയമകളെ, നിന്റെ മേൽ ലഭിച്ച വാഗ്ദത്തം ഇതുവരെ നിറവേറിയില്ലേ? നീ വിശ്വസ്തയോടെ നിൽക്ക്, പരിശുദ്ധാത്മാവിനൊരു കാത്തിരിക്ക്, നിന്നെ തന്നെ തിരുത്തിക്കൊണ്ട് നിൽക്ക്. നീ തള്ളിപ്പറഞ്ഞവനാണെങ്കിൽ ഏറ്റുപറയുക. 3 വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നാൽ 3 വട്ടം യേശു അവനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യഥാസ്ഥാനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനത്വം നടക്കണം. വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം, ഏറ്റുപറയാനുള്ളത് ഏറ്റുപറയണം. അങ്ങനെ നാം തിരുത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കി കർത്താവ് തീർക്കും. എന്താണ് മനുഷ്യരെ പിടിക്കുക? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവിൽ മരിച്ച മനുഷ്യരെ പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് അവരുടെ മേൽ ജീവൻ പകരുന്ന ആത്മിക ശുശ്രൂഷ. വചനത്തിലൂടെയും പ്രബോധനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയെല്ലാം അവരുടെ മേൽ ജീവൻ പകർന്നു. അവർ ജീവനുള്ള മനുഷ്യരായി, ആത്മാവിൽ പുതുജീവനുള്ള മനുഷ്യരായി 3000 തീർന്നു ഒരൊറ്റ പ്രസംഗം കൊണ്ട്. മീനുളുമ്പനാറ് മുക്കുവനായ പത്രോസിനെ കൊണ്ടാണ് ഈ അത്ഭുതം ചെയ്യിച്ചത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അതേ പ്രിയരെ, ഇന്ന് നാം ബലഹീനരായിരിക്കാം, ഇന്ന് നാം അശക്തരായിരിക്കാം, എന്നാൽ നമ്മിൽ നിന്നുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. യേശു തന്ന വാഗ്ദത്തം മകനെ നിന്റെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റും.
നിനക്കൊരു വാക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. വിശ്വസിക്കുക മകളെ, നിറവേറും. യൗവനക്കാരെ, നിറവേറും. പ്രിയ മാതാവെ, നിറവേറും. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഉറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തം, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ നിറവേറും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. പരിശുദ്ധാത്മാവ് നിറവേറ്റുന്ന ഞാൻ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട ദൈവദാസനാണ്. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. നിങ്ങൾ വിശ്വസിക്കൂ. തളരല്ലേ, വാടല്ലേ, വിഷമിച്ചിരിക്കല്ലേ. വേല പോയി, വേല തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കല്ലേ. മോനെ, നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് ദൈവസന്നിധിയിലേക്ക് വരൂ. നിന്നെ തന്നെ തിരുത്തൂ, നിന്നെ തന്നെ താഴ്ത്തൂ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കൂ. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരത്യന്ത ശക്തി, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്കറിയാമോ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് തുടങ്ങിയത് ഞാനും എൻ്റെ പ്രിയ ഭാര്യയും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളും ചേർന്നൊരു കൊച്ചു കുടുംബമാണ്. എന്നാൽ ഇന്ന് അനേക ദൈവമക്കളെ കർത്താവ് തന്നു. അനേകം ശുശ്രൂഷകൾ അതിലൂടെ നടക്കുന്നു. മാത്രമല്ല, ഇനിയും വലിയ വലിയ ശുശ്രൂഷകൾ അതിലൂടെ കർത്താവ് നടത്തും. അനേകായിരം ആത്മാക്കൾ രക്ഷിക്കപ്പെടും. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, അത് കർത്താവ് തന്ന വാഗ്ദത്തമാണ്. ഒരു പുള്ളി മാറുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്തു പറയുന്നു? വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അങ്ങനെയെങ്കിൽ ഫലവത്തായ വേലകൾ നമ്മിലൂടെയും നടക്കും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും താഴെക്കാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുമായി സമയം ചെലവിടാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.